അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ അള്ളാഹു അവന്റെ ഹൃദയത്തിനകത്ത് അവന്റെ പേടി അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അള്ളാനെ മനസ്സിലാക്കേണ്ട രീതിയെ മനസ്സിലാക്കിയ നമ്മുടെ ഭയം മാറും. അള്ളാഹു നമ്മുടെ പേടി മാറ്റി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പേടി മാറ്റി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അള്ളാനെ ഒന്നും പേടിയില്ല. നമുക്കാരെയാ പേടി? നമ്മളെ പോലെ നടക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് പേടി, ഭരണാധികാരികളെ നമുക്ക് പേടി. നമ്മുടെ ഇപ്പൊ ഏറ്റവും വലിയ വിഷയം അള്ളയോ മരണവോ ഖബറോ മഷറയോ സിറാത്തോ സ്വർഗവോ നരകോ ഒന്നും അല്ലടോ. നമ്മുടെ വിഷയം ഇപ്പൊ കേന്ദ്ര സർക്കാർ, പടച്ചവൻ ഏക സിവിൽ കോഡ്, പൗരത്വ ബില്ല് വരുന്നു, പടച്ചവന് NRC നടക്കുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളാ ഉസ്താദെ, എല്ലാം അവരുടെ കയ്യിലാ. അള്ളാ, നമ്മളൊക്കെ എങ്ങോട്ട് പോകും പടച്ചവനെ? വല്ലാത്ത സങ്കടത്തില. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. നമ്മുടെ പ്രശ്നം പടച്ചവന്, നമ്മൾക്ക് ദുനിയാവ്. നമ്മൾ ചോദിക്കണം ഉസ്താദെ, നമ്മളെല്ലാം കൂടെ ഈ നാട്ടുകാരെല്ലാം നാട്ടി ഓടിച്ച നമ്മൾ എവിടെ പോകും? എടാ, പോകേണ്ടടുത്ത് പോകണം, എല്ലാവരും എന്ത് ചെയ്യാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭയം, നമ്മുടെ പേടി, നമുക്ക് അവരെയാ പേടി. പടച്ചവനെ എല്ലാ ഉസ്താദെ എല്ലാവോ ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ബേജാറ് കാണണം. പാപ്പ മരിച്ചപ്പോ പോലും ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ദുആയ നമുക്ക് പടച്ചവൻ അധികാരം അവർക്ക് കൊടുക്കല്ലേ, അള്ളാഹ് കൊടുക്കല്ലേ, അള്ളാഹ് ഭയം നമുക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊരു പേടിയാ ചങ്ങാതി. ഈ പേടി അള്ളാനുണ്ടായിരുന്നെങ്കിൽ ഗതി വരുവോ? ഇവന്മാരോട് കാണിക്കുന്ന ഈ ഭയം പടച്ച റബ്ബിനോടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരുവോ? എന്ത് ചിന്തിക്കാത്ത നമ്മള്? നമുക്ക് പേടിയാടോ. പോകണമെന്ന് പറഞ്ഞാൽ പോകണം. നീ പിന്നെ എന്താ വിചാരിച്ചേ? എടാ, ഏക സിവിൽ കോഡ്, ഈ നിയമങ്ങളൊക്കെ പാസ്സാക്കുവടോ. ഞാൻ കേന്ദ്രത്തിന്റെ ആളൊന്നുമല്ല. ഞാൻ പറയുന്നത് ഈ നിയമങ്ങളൊക്കെ ഇവിടെ നടക്കും, ഇതൊക്കെ പാസ്സാക്കും. കാരണം എന്തേ? പാസ്സാക്കിയാലല്ലേ പറ്റൂ. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദര, നീ എന്തേ വിചാരിച്ചേ വയനാട് ചുരം കയറുന്നത് പോലെ സ്വർഗത്തിൽ അങ്ങ് കയറിപ്പോകാൻ പറ്റുമെന്ന് നീ കരുതിയോ? നീ എന്താ വിചാരിച്ചു ഊട്ടിയാണെന്ന്? മൂന്നാറിൽ കയറി പോകുന്നത് പോലെ വണ്ടിയെടുത്ത് കയറി പോകാൻ പറ്റുന്ന സ്ഥലമാണ് അള്ളാഹുവിന്റെ സ്വർഗമെന്ന് നീ കരുതിയോ? ഒരിക്കലും ഇല്ല ചങ്ങാതി. അള്ളാഹ് പറയുകയാ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും. കഷ്ടപ്പാട് ദുരിതക്കണ്ടി അങ്ങായി. നിനക്ക് പേടി, നിന്റെ മുൻഗാമികൾ മുസ്ലിമായവരെ കൊണ്ടുവന്ന് കുഴിക്കകത്ത് ഇറക്കി നിർത്തും. കുഴിയിലേക്ക് ഇറക്കി നിർത്തിയിട്ട് വിറക് കീറുന്ന, വിറക് മുറിക്കുന്ന വാള് കൊണ്ടുവന്ന്, ഈർച്ച വാള് കൊണ്ടുവന്ന് തലയുടെ മധ്യഭാഗത്ത് വെച്ചിട്ട് ചോദിക്കും, മതം മാറി പഴയ മതത്തിലേക്ക് വരുന്നുണ്ടോ? അവരില്ല എന്ന് പറഞ്ഞാൽ വിറക് കീറുന്നത് പോലെ രണ്ടായി മുറിക്കപ്പെടുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമുക്കങ്ങനെ അവസ്ഥ വന്നില്ലല്ലോ. നമ്മളോട് ചാടണം ഓടണം എന്ന് പറഞ്ഞപ്പോഴേ വീട് പോകും, പറമ്പ് പോകും. ഇതാ നമ്മുടെ ബേജാറ്. എന്റെ പൊന്നാര ചങ്ങാതി, പോകണമെന്ന് പറഞ്ഞാ പോകണം. അതാ അള്ളാഹുവിന്റെ നിയമം അങ്ങനെ. കാരണം നീ ഇവിടത്തെ യാത്രക്കാരനാ. ഈ ഭയവും പേടിപ്പിക്കലും പ്രയാസം ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാ ഇതൊക്കെ, അല്ലാതെ ഞാൻ പറഞ്ഞതല്ല. അള്ളാഹു അളക്കും. ഇപ്പൊ നമ്മുടെ ഈമാൻ അളന്നുകൊണ്ടിരിക്കുകയാ. നമ്മുടെ ഓരോരുത്തരും വിശ്വാസം അളക്കുന്ന പരിപാടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതാ. അല്ലാഹു നമ്മളെ പരീക്ഷിക്കും. അല്ലാഹ് പറയുകയാ, ഒരു മുസ്ലിമായ മനുഷ്യനെ, ഒരു ഈമാനുള്ള മനുഷ്യനെ ഞാൻ ഭയം കൊണ്ട് പരീക്ഷിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് പറഞ്ഞു, നിന്റെ ഈമാനിനെ ഞാൻ അളക്കുന്ന ഒന്ന് ഭയം തരുവിടാ. മുസ്ലിം എന്ന് പറഞ്ഞാൽ നിന്നെ കൊല്ലു എന്ന് പറയും. അങ്ങനെ ഒരു അവസ്ഥ വരും. ഇന്ന് ലോകത്ത് അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടക്കമാ. എല്ലാവരും നമ്മുടെ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ട്, നമ്മളാണെങ്കിൽ പലതട്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, നമ്മുടെ വിഷയത്തിൽ ശത്രുക്കൾ മുഴുവനും കൊടിയും ജാതിയും മതം ഒന്നുമില്ലവർക്ക്. മുസ്ലിമിന്റെ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ട്. നമ്മളോ പള്ളിക്കകത്ത് അപ്പുറം ഇപ്പുറം നിൽക്കാൻ വേണേ നോക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാലുവാരാൻ പറ്റും നോക്കും. ഒരു പള്ളിയിൽ 2 ജുമാ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ നിസ്കരിക്കും. അവിടെ അധികാരത്തിന് വേണ്ടി അടി. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ റസൂലാ പറയുന്നത്, ഖുർആനാ പറഞ്ഞത്. എടാ, നിന്നെ പിടിച്ചു നിർത്തിയിട്ട് പറയും, മുസ്ലിം എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് പറയുന്ന ഒരു കാലഘട്ടം വരും. ഇത് ഖുർആൻ പറഞ്ഞതാ. ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചതാരെയാ? എന്നെയും നിങ്ങളെയാ. ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് നബി തങ്ങളെയാണ്. അള്ളാഹുവെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വീടിനകത്തിരിക്കുമ്പോഴാ വീടിന്റെ ചുറ്റുഭാഗം മുഴുവനും മൂരിപ്പിടിച്ച വാളുമായിട്ട് ശത്രുക്കൾ നിൽക്കുകയാ. പ്രാന്ത് പിടിച്ചതുപോലെ. ആരുടെ കൈ കിട്ടിയാലും കൊല്ലാനാ പറഞ്ഞേ. ആരുടെ കൈ കിട്ടുന്ന മുഹമ്മദിനെ കിട്ടുന്നവൻ കൊന്നേക്കണം. അവന് പ്രഖ്യാപിച്ചിരിക്കുക പ്രതിഫലം. നബിതങ്ങളുടെ വീട് വളഞ്ഞിട്ട് വാളും
പിടിച്ചിട്ട് നിൽക്കുക. എടാ പൊന്നാര ചങ്ങാതി, മുസ്ലിം ആരാ? നീ ആരാ? നീ എന്താ നിന്റെ വലിപ്പം അറിയാത്ത? മുസ്ലിമിന്റെ വലിപ്പം പഠിക്കണം. ഒരു മുസ്ലിമിന് ആരാന്ന് പഠിക്കുന്നീ? നിനക്ക് എന്തിനാ നീ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് ചാടുന്ന എന്തിനാ? ഇവിടെ ന്യൂനപക്ഷം, നമ്മള് ന്യൂനപക്ഷമാടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും ശത്രുവിന്റെ വലിപ്പം കണ്ടിട്ട് പേടിക്കരുത്. അവിടെയാ നമുക്ക് പിഴയ്ക്കുന്നത്. ശത്രുവിന്റെ വലിപ്പം, എടാ ബദർ, ഉഹദ്, ഹന്തക്ക്, ഖൈബർ, നീ ഇസ്ലാമിന്റെ ഏത് യുദ്ധം വേണമെങ്കിലും എടുത്തു നോക്ക്. ഭൂരിപക്ഷമാണോ ജയിച്ചത്? ന്യൂനപക്ഷമാണോ ജയിച്ചത്? ന്യൂനപക്ഷപ്പെടോ? ഇവിടെ ന്യൂനപക്ഷമാ ജയിച്ചത്. ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയെ, വാളുമില്ല, പരിചയില്ല, കുന്തോ ഇല്ല, ഒന്നുമില്ല. എവിടെ പോവാ? ആയിരക്കണക്കിന് വരുന്ന യോദ്ധാക്കളുടെ നടുവിലേക്ക് വെറും കയ്യോടെ പോണ ചങ്ങാതി. നബിതങ്ങളുടെ മുമ്പിൽ വന്ന് സങ്കടം പറഞ്ഞപ്പോ താഴെ കിടന്ന ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, പൊക്കോളാൻ. ചിലപ്പം ദഹിക്കത്തില്ല, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചിലർക്ക് ദഹിക്കത്തില്ല, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ താഴെ കിടന്ന ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, പൊക്കോളാ യുദ്ധത്തിന്. ഈ സഹാബി പറയാ, ഞാൻ വീശുമ്പോ തല അറ്റുപോകുന്നുണ്ടെന്ന്.